നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരു ആരാണെന്നറിയാമോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അയാൾ തന്റെ മകനെ വളർത്തിയത്. മകന് ജോലി കിട്ടിയതിനു ശേഷം വിവാഹം നടന്നു. വിവാഹശേഷം അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി. കുറച്ചു നാളുകൾക്ക് ശേഷം അച്ഛന് അപകടമുണ്ടായി. ചികിത്സാ സഹായം തേടി അയാൾ തന്റെ മകന്റെ അടുത്തെത്തി. പക്ഷേ കിട്ടിയ മറുപടി അത്ര സുഖകരമായിരുന്നില്ല. മകൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നല്ല സ്കൂളിൽ ചേർത്തില്ല, നല്ല വസ്ത്രം തന്നില്ല, നല്ല ഭക്ഷണം തന്നില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തു തരാത്തതുകൊണ്ട് അച്ഛനു വേണ്ടി ഇപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അയാൾ തിരിച്ചുപോയി. പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നതിനിടയിൽ കളിപ്പാട്ടം വിൽക്കുന്ന ഒരു കുട്ടിയെ അയാൾ കണ്ടു. തന്റെ മകന് ഒരു കളിപ്പാട്ടം വാങ്ങാൻ അയാൾ ആ കുട്ടിയുടെ അടുത്തെത്തി. ഇത്ര ചെറു പ്രായത്തിൽ ഈ ജോലി ചെയ്യുന്നത് കണ്ട് അയാൾ കാര്യം അന്വേഷിച്ചു. അവൻ പറഞ്ഞു, അച്ഛന് അപകടം പറ്റി കിടപ്പാണ്. അമ്മ വീട്ടുവേല ചെയ്താണ് വീട്ടുകാര്യങ്ങൾ നടത്തുന്നത്. പക്ഷെ ഞാൻ കൂടി ജോലി ചെയ്താലേ കാര്യങ്ങൾ നടക്കും. അയാൾ കളിപ്പാട്ടം വാങ്ങി മകന് കൊടുത്ത ശേഷം തന്റെ അച്ഛനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. ജീവിതം നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കും. അത് ചിലർ ഉൾക്കൊള്ളും, ചിലർ അത് നിഷേധിക്കും. ഓരോ അനുഭവവും ഭാവിയിൽ എങ്ങനെ ജീവിക്കണം എന്ന പാഠമാണ്. കേട്ടറിവും കണ്ടറിവും മതിയാകില്ല. അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.